അങ്ങനെ നമ്മൾ 2 ദിവസത്തെ ഏറ്റുമാനൂരും ഏന്തയാറും ഒക്കെയുള്ള കറക്കത്തിന് ശേഷം ഇന്നത്തെ നമ്മുടെ കറക്കം കോരത്തോട്ടിലേക്കാണ്. അപ്പോൾ കോരത്തോട്ടിന് പോകുന്ന നമ്മുടെ വോട്ടെല്ലാം കോരത്തോട്ടിലാണ്. അപ്പോൾ വോട്ട് ചെയ്യണം, പിന്നെ ചാച്ചനെ അമ്മച്ചിയൊക്കെ ഒന്ന് കാണണം, പിന്നെ ആറ്റി പോകാനുള്ള സമയം ഉണ്ടെങ്കിൽ ഒന്ന് പോകാമല്ലേ കുഞ്ഞേ. അങ്ങനെ അതോർത്തോണ്ട് നമ്മൾ കോരത്തോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ മുണ്ടക്കയം കഴിഞ്ഞ് വണ്ടമ്പതാൽ കഴിഞ്ഞിട്ടുള്ള തേക്കും കൂപ്പി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അയ്യപ്പൻ വണ്ടിയുടെ നല്ല തിരക്കാണ്. കടകളൊക്കെ 2 സൈഡിൽ കൂടെ ഇഷ്ടംപോലെ കടകളാകും, നല്ല തിരക്കുമാകും. നല്ല രസം ഈ സമയത്ത് ഇതിലൂടെ വരാൻ. ഓരോ സമയത്ത് ഈ വഴിക്ക് ഓരോ സൗന്ദര്യം. മഴ പെയ്യുമ്പം ഇതിലെ വരാൻ നല്ല രസമാണ്. പിന്നെ സീസൺ സമയത്ത് നല്ല ഇതുപോലെ തെളിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇതിലെ വരാൻ നല്ല രസമാണ്. സൈഡെല്ലാം തെളിച്ചു. ഇതങ്ങോട്ടുള്ള ബസ്സാടാ, കോരത്തോട്ട് കുഴിമാവിനുള്ള ബസ്സാ അല്ലേ? കോരത്തോട് മുണ്ടക്കയത്തുനിന്ന് കോരത്തോട് കുഴിമാവിന് എപ്പോഴും ബസ്സുണ്ട് താനും. എല്ലാ ബസ്സും ഫുള്ളായിട്ടേ ഇങ്ങോട്ട് പോരുള്ളൂ. എപ്പോൾ കോരത്തോട് ബസ്സൊക്കെ ഇറങ്ങി ചെന്നാലും മുണ്ടക്കയത്ത് സ്റ്റാൻഡിൽ ചെല്ലുമ്പം നിറയെ ആളായിരിക്കും. ഇങ്ങോട്ട് തിരിച്ചു വരുന്നതാ വണ്ടി. ഈ സമയമായപ്പോഴേ ഇറങ്ങി പോരുന്നാ തോന്നുന്നു. ഇന്ന് വണ്ടിയാന്ന് നോക്കി. നല്ല രസം ഇവിടെ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ തേക്കും കുപ്പി കൂടെ പോകുന്നത്. കുഞ്ഞി മടുത്തോ കുഞ്ഞേ? 2-3 ദിവസത്തെ കറക്കം. ചൂടുണ്ട്, നല്ല ചൂടാ വെളിയില്. ചൂടാകുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് ക്ഷീണമാകും. ഏത് കാലാവസ്ഥയാ കുഞ്ഞ് നല്ലത്? ഇതാണോ നല്ലത്? ഇന്ന് ചൂടാന്ന് പറഞ്ഞു. ചൂട് വേണോ? അവിടെയല്ലേ നല്ല മഞ്ഞ തണുപ്പൊക്കെ, അതല്ലേ നല്ലത്? പുറത്ത് നല്ല കാറ്റുണ്ട്, വണ്ടിക്കകത്തിരിക്കുന്നോണ്ട് ചൂടറിയുന്നില്ല, വെളിയിൽ ഇറങ്ങുമ്പോഴേ ചൂടറിയുള്ളൂ. ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്ന ആനക്കുളം കവല എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. വനക്കച്ചിറയ്ക്ക് മുന്നേ കോരത്തോട് റൂട്ടിൽ, മുണ്ടക്കയം കോരത്തോട് റൂട്ടിലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഇഷ്ടം പോലെ കടകളാണ്. മെയിനായിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈനാപ്പിൾ. അപ്പോൾ ഈ പൈനാപ്പിളിൻ്റെ സീസൺ ആയതുകൊണ്ട് ഇഷ്ടംപോലെ പൈനാപ്പിളുണ്ട്. അപ്പോൾ വരുന്ന ആളുകൾ മുഴുവൻ സ്വാമിമാരെല്ലാം പൈനാപ്പിൾ ഒക്കെ നിർത്തി എല്ലാം റെഡിയാക്കി ഇവിടുന്ന് പൈനാപ്പിളും എല്ലാം വാങ്ങിച്ച് ഫുഡും ഒക്കെ വെച്ച് കഴിച്ച് എല്ലാം നല്ല സെറ്റായിട്ടാണ് പോകുന്നത്. ഇതുകൊണ്ട് അപ്പുറം കണ്ടോ ഒരു വണ്ടി അവിടെ ഇട്ടിട്ട് കണ്ടോ, സ്വാമിമാർ കണ്ടോ അവിടെ ഇട്ട് കഞ്ഞിയൊക്കെ വെച്ച് അവിടെ ഇട്ട് കഞ്ഞി കുടിച്ച് അവിടെയൊക്കെ വിശ്രമിച്ചിട്ടൊക്കെ പോകാനായിട്ട് കഞ്ഞിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ് ഇതെല്ലാം മൊത്തം ഫ്ലെക്സാണ്. നമ്മളിവിടെ നിൽക്കുന്ന കണ്ടോണ്ടേ കൊച്ചച്ഛൻ അങ്ങ് പോയതായിരുന്നേ, നമ്മളെ കണ്ട് തിരിച്ചു. അടിപൊളി. വാ, യൂണിഫോം ഇല്ലാതെ നമ്മൾ ഓടുകയല്ലേ? നമ്മൾ യൂണിഫോം വെച്ചോണ്ടുള്ള ഓട്ടോ ഉള്ളൂ. ചുമ്മാ പോയതാണോ? ആണോ? ചെറിയൊരു പരിപാടിയാണ്, സാധനം എടുക്കാനായിട്ട് പോയത്. ഒരാൾക്ക് കോരത്തോട്ടുള്ള ഒരാൾക്ക് മതന്മാര്, ഓട്ടം ഉണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ. ഞാൻ ആ സ്കൂളിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങൾ വോട്ട് ചെയ്ത് ഡെയിലിയിലും പൊക്കളാൻ പറഞ്ഞല്ലേ? വോട്ട് ചെയ്തോ? പോയി ഞങ്ങൾ പോയി വോട്ട് ചെയ്യാനായിട്ട് പോകും. രാവിലെ ആളില്ല. ആരാളെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെല്ലാവരും ഉണ്ട്. വേറെ ഇതൊക്കെ ഇവിടുത്തെ തോട്ടത്തിന് താഴെ, ഈ തേക്കൻകൂപ്പിന്റെ താഴോട്ട് കുറെ സ്ഥലങ്ങളുണ്ട്, പറമ്പുണ്ട്. അവിടുന്ന് പറിച്ചുകൊണ്ട് വരുന്ന പൈനാപ്പിൾ. നമുക്ക് കുറച്ച് പൈനാപ്പിളോട് മേടിച്ചുകൊണ്ട് പോകാം. ഇത് മറ്റേ തമിഴ്നാട് KSRTC ആണെന്ന് തോന്നുന്നല്ലേ? തമിഴ്നാട് KSRTC അല്ല, തമിഴ്നാടിന്റെ സ്റ്റേറ്റിന്റെ വണ്ടി. അവര് നെല്ലിക്ക വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയത്, പൈനാപ്പിളും നെല്ലിക്കൊക്കെ വാങ്ങിക്കാനായിട്ട് ഓടി ഇറങ്ങിയത്. പക്ഷെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഇതുപോലെ വണ്ടി വരുന്നതുകൊണ്ടേ പെട്ടെന്ന് വാങ്ങിച്ചു പോകാനായിട്ട്. ചെറുവണ്ടികളൊക്കെ കൊണ്ട് നിർത്താൻ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. കാന്താരിയും ഉപ്പും എല്ലാം കൂടി ഇട്ട് ഇതിനകത്ത് വെച്ചാൽ സൂപ്പർ സാധനം. ഈ അയ്യപ്പ സീസൺ സമയത്തെ ഇതിലെ കൂടെ ഉള്ള യാത്രയും വണ്ടി ഓടിയും ഒക്കെ വളരെ ശ്രദ്ധിച്ചേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എപ്പോഴും തിരക്കായിരിക്കും. ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ അവര് വലിച്ചു വെട്ടിക്ക് പോരുള്ളൂ. അതെ, നമ്മള് സൂക്ഷിച്ചു പോയാലേ, അതൊക്കെ സൂക്ഷിച്ചൊക്കെ പോവാന്നാണ്. മടുക്ക് സിറ്റി. ഇന്നിപ്പോ ഇലക്ഷന്റെ കൂടെ ആയതുകൊണ്ട് എല്ലാ സിറ്റിയിലും തന്നെ നല്ല തിരക്കും. ബൂത്തിന്റെ ഒക്കെ സൈഡിൽ കൂടെ ഒക്കെ ഭയങ്കര തിരക്കാണ്. ഇതാണ് മടുക്ക സിറ്റി. കോരത്തോടിന് ഇപ്പറയുള്ളതല്ലേ? ഇത് കഴിയുമ്പോ ഒരിറക്കം ഉണ്ട്, ആ ഇറക്കം കാണിക്കാവേ. ഇത് മടുക്ക് കഴിഞ്ഞിട്ട് കോസടി എന്ന് പറയുന്ന സ്ഥലത്തിന് മടുക്കും കൂടെ ഇടയ്ക്കുള്ള ഒരു ഇറക്കമാണ് ഇത്.
അയ്യപ്പൻ വണ്ടി എല്ലാം തിരിച്ചിങ്ങോട്ട് കയറി വരുന്ന സമയത്ത് കണ്ടോ പതുക്കെ കയറി വരുള്ളൂ. അതേപോലെ തന്നെ കയറ്റമായതുകൊണ്ട് തിരിച്ചിങ്ങോട്ട് കയറ്റമായതുകൊണ്ടേ ഒത്തിരി അപകടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം ഈ സീസൺ സമയത്ത് ഇവിടെ. പക്ഷെ അവിടെ നിന്ന് അത്രയും നേരപ്പത്തുനിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇത്രയും വലിയൊരു കയറ്റം ഉണ്ടെന്ന് പ്രതീക്ഷിക്കത്തേ ഇല്ല. ഇങ്ങനെ നമ്മൾ കോസടി എത്തി. ഇനി ഇവിടെ നമുക്ക് കോസടിയിലെ കുഞ്ഞമ്മയുടെ അടുത്ത് കയറിയിട്ട് പോകാം. ഇതിപ്പം കുഞ്ഞമ്മയുടെ വീട് ഫുള്ള് അലങ്കരിച്ച് വെച്ചേക്കുവാണല്ലോ സ്ഥാനാർത്ഥിമാരെ കൊണ്ട്. നോക്കിയ രണ്ട് സൈഡ് ഇവിടെ സ്കൂളിന്റെ ഒരു ബൂത്താന്ന് തോന്നുന്നു, കോസടി സ്കൂള്. അതാ ഇവിടെ മറ്റേ അതേണ്ട മറ്റേ സ്ലിപ്പ് കൊടുക്കുന്ന സ്ഥലമൊക്കെ ഇവിടെ. നമ്മൾ വന്ന് കോസടിയിലെ കുഞ്ഞമ്മയുടെ അടുത്ത് കയറി. ഇതെന്റെ കുഞ്ഞമ്മ, അച്ഛൻ്റെ അനിയന്റെ ഭാര്യ. പക്ഷെ അങ്ങനെ അച്ഛന്റെ അനിയന്റെ ഭാര്യ എന്നല്ല ഞങ്ങള് കയറിയുന്നത്. എപ്പോഴും ഞങ്ങള് കുഞ്ഞമ്മയും മകളുക. നമ്മളിവിടെ വെച്ചാ എന്റെ അനിയനും അനിയത്തിയും ഒക്കെ പിറക്കാത്തുണ്ട്, പിള്ളേരും ലോകത്തുണ്ട്. നമ്മളെ മറ്റേ കേറ്ററിംഗ് യൂണിറ്റ് ഒക്കെ ഇവിടെയാ കേട്ടോ. ഇവിടെ നിന്നാണ് സദ്യയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത്. പുറകിൽ അടുക്കളയും യൂണിറ്റ് എല്ലാം ഉണ്ട്. നമ്മൾ കോരത്തോട് ടൗണിലേക്ക് എത്താറായിരിക്കുന്നു. അങ്ങനെ നമ്മുടെ സ്വന്തമല്ല കോരിത്തോട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതെ, പ്രവേശിച്ചിരിക്കുന്നു. അച്ഛയുടെ മുഖത്ത് സന്തോഷം കാണുന്നുണ്ടോ? കാണാതിരിക്കാൻ മാസ്ക് വെച്ചിട്ടുണ്ട്. മാസ്ക് വെച്ചേക്കുന്നോണ്ട് സന്തോഷം കാണത്തില്ല. കാണിക്കാതിരിക്കാൻ മാസ്ക് വെച്ചേക്കുക. എല്ലായിടത്തും ഇലക്ഷന്റെ തിരക്കായതുകൊണ്ട്. നമ്മൾ ഫസ്റ്റ് എങ്ങോട്ടാ? ചാച്ചൻ്റെ അമ്മച്ചിയുടെ അടുത്താണോ? നമുക്ക് പോയി നമുക്ക് വോട്ട് ചെയ്തിട്ട് വന്നിട്ട് ചാച്ചൻ്റെ അമ്മച്ചി എടുത്ത് കയറാം അല്ലേ? നമുക്ക് വോട്ട് ചെയ്യാനുള്ള സ്ഥലം എത്തിയിരിക്കുന്നു. നമുക്ക് പോയി വോട്ട് ചെയ്തിട്ട് വരാം. ഇതുകൊണ്ട് ഇത് കുഴിമാവാണേ. കുഴിമാവില് എല്ലാ വീടിന്റെ മുറ്റത്തൂടെ കണ്ടാവും ഇനി ഷെഡ് പോലെ കെട്ടി വെച്ചിരിക്കുന്ന ഷീറ്റൊക്കെ ഇട്ട് എല്ലാ അയ്യപ്പന്മാർക്ക് വരുമ്പം താമസിക്കാനായിട്ട് സ്ഥലം കൊടുക്കുന്നതാണ്. വൈകുന്നേരം ഒക്കെ വന്നിട്ട് ഭജനയൊക്കെ നടത്തി പിറ്റേ ദിവസം രാവിലെ അവര് പോകുന്നു ഇവിടുന്ന്. വീട്ടുകാർ കൊടുക്കുന്നതാ. ഫ്രീ അല്ല, ചെറിയ പൈസയൊക്കെ വാങ്ങിച്ചിട്ടാണ് കൊടുക്കുന്നത്. വിരിയുടെ പൈസ വാങ്ങിക്കാം. അത് എല്ലാ വീടിന്റെ മുറ്റത്തും സൈഡിൽ കൂടെ എല്ലാം ഇങ്ങനെ ഉണ്ട്, പന്തല് കെട്ടിയിട്ടേക്കും. ഇപ്പം വരുന്നില്ലല്ലോ. ഇപ്പൊ ഇച്ചിരി തണുപ്പാ. ഞാൻ അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരാം. തണുപ്പ് മാറിയിട്ട് അവിടെ ചെന്നാ തണുപ്പ് സഹിക്കാൻ പറ്റിയല്ലോ. ചാച്ചനോ അമ്മച്ചിവേ നമ്മള് തന്നെ വോട്ട് ചെയ്യാൻ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുക. മാമൻ വരുന്നത് നോക്കിയിരിക്കുക. മാമൻ വന്നിട്ട് വേണം വോട്ട് ചെയ്യാൻ പോകാൻ. അപ്പം നമ്മൾ കോരത്തോട്ടി വന്നു, ചാച്ചനെ അമ്മച്ചിയെല്ലാം കണ്ടു, നമ്മൾ വോട്ടും ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് കട്ടപ്പനയ്ക്ക് പോവുകയാണ്. ഇപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.